വേണ്ട, പോണ്ട, സ്ഥിരമായിട്ട് തന്നെ താമസിച്ചോളണം. സ്വന്തം ബന്ധുക്കൾ വരാറില്ലേ, അവരെ വിളിച്ചോ താമസിപ്പിക്കണം. ഉറപ്പേ, ഞങ്ങൾ നിങ്ങളുടെ ജനങ്ങളിലെ താമസിക്കുന്നത്. അച്ഛനൊന്നും മിണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിൽ വേണോട്ടം കേട്ടാ എന്ത് തോന്നും? ആ, കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാ ഇരുന്നത്. ഓ, എനിക്കിവിടെ വേറെ ഇത്തിരി പണിയുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവിടെയും കൂടെ കയറാലോന്ന് വെച്ചു. അത് നന്നായി. പിന്നെ ഞാൻ കാണുന്നത് തുറന്നു പറയും, ആർക്ക് ഇഷ്ടാലും ഇല്ലെങ്കിലും. ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. മകൻ കല്യാണം കഴിച്ചെന്ന് വെച്ച് എല്ലാവരും ഒന്ന് കുടിപാർക്കണേനും ഒരു അതിരില്ലേ? നനഞ്ഞേരം കുടിക്കുന്നധികം. എടോ, എന്റെ മകന്റെ അടുത്ത് വന്ന് താമസിക്കാൻ എനിക്ക് തന്റെ സമ്മതം വേണം. ടാക്സി നിർത്തിയിരിക്കുക, ഞാൻ ഇറങ്ങട്ടെ. ദേവി, എന്താ അതില് തെറ്റ്? ഈ ഭാഗത്ത് ഇനിയും വലിയ വർക്ക് കിട്ടുവെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിച്ചാൽ എന്താ? അവിടുത്തെ നമ്മുടെ വീട് വാടകയ്ക്കെടുക്കാൻ എത്രയോ ആളെ കിട്ടും. കുട്ടികളുടെ പഠിപ്പോ 5000 10,000 കൊടുത്താ ഇവിടെ അഡ്മിഷൻ കിട്ടില്ല, അതറിയോ? അതൊക്കെ വേണു ഒരു വാക്ക് പറഞ്ഞാൽ കിട്ടുന്നേ. ആഴ്ചയിൽ 2-3 തവണ ഇങ്ങോട്ട് വന്നു പോവാൻ തന്നെ എന്ത് ചെലവ് വരും? അത് കൂട്ടുമ്പോഴോ? നിനക്ക് എന്തിന്റെ പ്രാന്താ? ഒരു കാര്യം ചെയ്യൂ, വേണു വന്നല്ലോ, വേണുവിനോട് അഭിപ്രായം ചോദിച്ചു നോക്കൂ. അത് വേണു നിശ്ചയിക്കേണ്ട കാര്യമല്ല. കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അത് വാടകയ്ക്ക് കൊടുത്ത് നല്ലത് പറഞ്ഞ പണ്ട് നിങ്ങൾ കേക്കില്ല. വേണു വിചാരിച്ചാൽ നിനക്കും കുട്ടികൾക്കും ചെലവിന് വരുന്നത് ഞാനാ, വേണുവല്ല. മിണ്ടായിരിക്കണുണ്ടോ? നാളെ വീട് മാറണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഞങ്ങൾ പോട്ടെ. പോവാം, എല്ലാവർക്കും പോവാം. പോണം. വിരുന്ന് കഴിഞ്ഞു. എല്ലാവരും ഉടൻ സ്ഥലം വിടണം. ഗെറ്റ് ഔട്ട്, എവരി വൺ ഓഫ് യു ഗെറ്റ് ഔട്ട്. നേരം കുറച്ചായി. ഇറങ്ങാണ്. ഞാൻ പറഞ്ഞത് അത്ഭുതമില്ല. എനിക്കതിൽ വിഷമം തോന്നില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അത്ഭുതമില്ല. ഇറങ്ങട്ടെ, അത് സാരാക്കണില്ല. ഞാൻ ഇടയ്ക്കൊന്ന് കാണാം. രാഹുകാലം 7:30. അതിനു മുമ്പേ അവിടെ കയറണമെന്നും പറഞ്ഞ് രാജനും ഭാര്യയും നേരത്തെ തന്നെ ഇറങ്ങി. ചോദിച്ചപ്പോ വിളിച്ചുണർത്തണ്ടെന്ന് രാജൻ പറഞ്ഞത്. ഓക്കെ, ഇത് രാജൻ സാറ് കൊടുത്തയച്ച. I hereby submit my resignation. Fool. മേരി, നമ്മുടെ ഓഡിറ്റർ സുകുമാരൻ ഒന്ന് വിളിക്കും. അഡ്വക്കേറ്റ് ജയപാലിനെ വേണം. ക്യോക്ക് ആജീവിക്കാൻ കണ്ട നേരം. ബ്ലഡി ഫൂൾ.
ഏയ് നിൽക്ക. ജോലി രാജിവെച്ചതുകൊണ്ട് താൻ വഴിയാധാരമൊന്നും ആവാൻ പോകുന്നില്ല. ഇവൾക്ക് അതായിരുന്നു ഒരു ഭയം. എന്നെ പറ്റി ഇപ്പോൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. അയാൾക്ക് ആദ്യമായിട്ട് വേണ്ട ഗൈഡൻസ് കൊടുത്തത് ആരാ? എല്ലാ പർച്ചേസും നടത്തിയിരുന്നത് ഞാനല്ലേ. രാജന് പഴയ ബുക്സ് നോക്കിയാൽ അറിയാമല്ലോ. പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. ചായ വേണോന്നാ സംശയം. കാറിലൊന്നുമില്ലേ വർഗീസേ? ഗോപാലൻ വക്കീൽ നിന്ന് കോടതി പോകണ്ടേ? അത് സാരില്ല, ഒരു കേസുണ്ട്. അത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ജൂനിയറിന്റെ അടുത്ത്. അങ്ങനെ വേണു മുതലാളിയെ വെറുതെ വിടരുത്. നല്ലൊരു സംഖ്യ സെറ്റിൽമെന്റ് ആയി വാങ്ങിയിട്ട് ഒഴിയണം, അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യണം. അയാൾക്കുള്ള കോണ്ടാക്ട് ഒക്കെ ഇപ്പൊ തനിക്കുമില്ലേ? തനിക്ക് എന്ത് പേടിക്കാൻ? ബിസിനസ്സിൽ താനായിരുന്നു ബ്രെയിൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി കാണാം. അണ്ടർ ഇൻവോയ്സിംഗ് ഉണ്ടോ? കണക്കിൽ എന്തൊക്കെ കൃത്രിമം ചെയ്യാറുണ്ട് സർക്കാരിനെ വെട്ടിക്കാൻ. ശരിക്കൊന്ന് പിടിപ്പിച്ചാൽ. ആരാന്ന് നോക്കൂ കുമാരേട്ടാ. ആരാ? എന്താ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓ, 1 സെക്കൻഡ്. ആ മേരി, ഞാൻ പറഞ്ഞ നമ്പറിൽ. ഹലോ പ്ലീസ്. ഹലോ, യെസ് സർ, ഞാൻ തന്നെ. ഞങ്ങൾ എത്തി സർ. യെസ് സർ. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാണ്. ക്യാരി ഓൺ. ഒന്നും പൂട്ടി വെച്ചിട്ടില്ല. ഇവിടെ ഒരു താക്കോൽ കൂട്ടം തന്നെ ഇല്ല. നോക്കാം. ഓഫീസിലെ എല്ലാ താക്കോലുകളും അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ആളെത്തിയിട്ടുണ്ടല്ലോ, അത് പറഞ്ഞാ മതി. ഇരിക്കൂ. കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നിയാൽ ചായയോ കാപ്പിയോ വേണമെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഈവൻ വെറും ഒരു ഊമക്കത്ത് കൂടി ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് നിയമം. ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുമെന്ന് ക്ലെയിം ചെയ്യുന്ന ആളെ എഴുതിയാൽ ആക്ഷൻ എടുക്കാതെ വയ്യല്ലോ മിസ്റ്റർ വേണുഗോപാൽ. യു ആർ റൈറ്റ്. വേറെ ആരുമല്ല, നിങ്ങളുടെ മുമ്പത്തെ. പ്ലീസ് പറയണ്ട, എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ. നാളെ കേസ് ഫയൽ ചെയ്യാം. നോട്ടീസ് ടൈം ഇന്ന് തീരും. ആ, വക്കീലെത്തിയല്ലോ. ഇത് ഹസൻ ഭായ്. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാ. അപ്പൂട്ടി, വർഗീസ്, ഹലോ. ബാലകൃഷ്ണൻ, മണി, എല്ലാവരും ഇവിടുത്തെ ബിസിനസ് പീപ്പിൾ. ഇത് രാജൻ. ഓ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഇരിക്കേ. മൂപ്പറുടെ ജാമ്യത്തിന് വേണ്ടിയാ നിങ്ങൾ ഓടിപ്പാഞ്ഞ് നടന്നിരുന്നല്ലേ? എന്ന് പുറത്തു വന്നു? അകത്തും പുറത്തും ഒക്കെ ഈ കളിയിൽ പെട്ടതല്ലേ. പുറത്ത് വരണത് കടലാസിൽ ന്യൂസ് വരൂല. അതൊരു ഗുണുണ്ട്. ഈ രാജൻ പിരിഞ്ഞ വകയില് വേണു മുതലാളിക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചിരിക്കുക. വാങ്ങിക്കൊടുക്കുന്ന നല്ലൊരു സംഖ്യ. ഈ രാജന്റെ ഏട്ടന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് വന്നാലല്ലേ അയാള്. അത് നമ്മളെ പറയേണ്ട കാര്യ. പിന്നെ ആവട്ടെ. ഹസൻ ഭായിയുടെ ബോസാണ് കുറിക്കമ്പനി സാമുവലിന്റെ വീട് വാങ്ങിയത്. ഭയങ്കര ലാഭം. പക്ഷെ വക്കീലെ, ചോദിച്ച സംഖ്യ കുറച്ച് കൂടുതലല്ലേ രാജന്റെ സെറ്റിൽമെന്റ്? കൊടുക്കട്ടെ, വല്ല 5 10 ലക്ഷവും കൊടുക്കട്ടെ. ലക്ഷത്തിന് ഇപ്പൊ എന്തിന്റെ ബല? അപ്പുട്ടിയെ, താനാ നല്ലത്. ഒന്നും അറിയാതെ പോലെ വേടൊന്ന് ഫോൺ ചെയ്യാം. എന്താണ് പുള്ളിക്കാരന്റെ നീക്കമെന്ന് അറിയാവോ? ശരി. ആ. ആളില്ലേ? വക്കീലിനെ കാണണമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്കാ പോയത്. എങ്ങനെ സ്ഥലമൊക്കെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇല്ലേ? ഉവ്, വേണുവേട്ടനിരിക്കൂ. ഞങ്ങൾ തമ്മിലൊരു ചെറിയ കണക്ക് തീർക്കലുണ്ട്. പക്ഷെ അതൊരു കോടതിക്കാരിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ വിട്ടിത്തങ്ങൾ കാട്ടുന്നു എന്നല്ലാതെ. ഇല്ല, ഞാനൊന്നും സാരമാക്കി എടുത്തിട്ടില്ല. ഐ എം ഓൾവേസ് ദെയർ. വീട്ടുജോലിക്ക് സഹായത്തിനൊക്കെ. ഇതിപ്പോ ഒരു വീടല്ല. ഓരോരുത്തർ കുപ്പിയുമായി വരുന്നു,
കുടിച്ച് കുന്തം മറയുന്നു. തർക്കിച്ചാൽ പറയുന്നത് എല്ലാവരും പ്രമാണിമാർ, സഹായിക്കുന്നവർ. എന്ത് സഹായം? പാതിര വരെ അവരുടെ ഓർഡർ എടുക്കാൻ ഞാൻ നിൽക്കണം. ചിലപ്പോ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, അതാണല്ലോ ലൈഫ്. പക്ഷെ ഇവൻ ഇങ്ങനെ മാറുമെന്ന് തന്നേക്കാൾ അർഹതയുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് ഞാൻ തന്നെ. ഒരു കുടുംബം, കുറെ നല്ല ബന്ധങ്ങൾ, സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം. എനിക്കില്ലാതെ പോയത് പലതും ചുറ്റുമുണ്ടായി കാണാൻ താല്പര്യം. ആ പിക്ചറിലൊരിടത്ത് ദേവിയും കൂടി ഉണ്ടായി കാണണമെന്നത് ഒരാഗ്രഹം. അതുകൊണ്ട് നിർബന്ധിച്ചു. വിഷമിക്കരുത്, ഞാനുണ്ട്. എന്താവശ്യം വരുമ്പോഴും ഞാനുണ്ട്. രാജനോട് ഞാൻ പറയുന്നത് തന്നെയാവും. ഡോണ്ട് വറി. വരുന്നുണ്ട്. വക്കീല് പോയോ? രാജൻ വരും. ഡ്രാഫ്റ്റാണ്. നോട്ടീസിൽ ആവശ്യപ്പെട്ട മുഴുവൻ സംഖ്യയുണ്ട്. പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കാൻ നിന്റെ വക്കീലിന്റെ ആള് വരും. എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങും, റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ബിസിനസ്. എന്ത് ഗൈഡൻസും എൻ്റെ അടുത്ത് വരാം, എന്നെ വന്ന് കാണാം. ഇപ്പൊ ഒരു കുടുംബം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യും. അത് വിചാരിച്ച് തന്നെയാണ് ഈ സെറ്റിൽമെന്റും. ഗോപാലൻ വക്കീലിന്റെ നോട്ടീസ് കണ്ട് പേടിച്ചിട്ടല്ല. പാർട്ട്ണർഷിപ്പ് ഒപ്പിടിച്ചു വെച്ചതുപോലെ വെള്ളക്കടലാസിൽ ഒപ്പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഗോപാലൻ വക്കീലിന്റെ അറിവിലേക്ക്. ആരെയും ആരായാലും ആവശ്യത്തിലേറെ വിശ്വസിക്കരുത്. ഇതും ശിവേട്ടൻ പഠിപ്പിച്ചു തന്നതാ. ശിവേട്ടൻ? എന്തിനും ശിവേട്ടൻ? ശിവേട്ടന്റെ കാശ് കൊണ്ട് കച്ചവടം തുടങ്ങിയ ആളായിട്ട് നക്കാപ്പിച്ച 2 ലക്ഷം തന്ന് പിരിച്ചുവിടുമ്പോഴും ആ പേര് തന്നെ പറയണം, നന്ദി കെട്ടവൻ. അതിന് ഇപ്പൊ മറുപടി പറയുന്നില്ല. പിന്നെ ഏതായാലും നന്നായി വാ. ഞമ്മക്ക് ഒരു മുതലാളി കൂടെ ഉണ്ടായ അത്രയും നല്ലത്. വരൂ. വരും. വെൽക്കം. ഫസ്റ്റ് ക്ലാസ് ഹൗസ്. ഇത് റെന്റിനല്ലേ? എത്ര റെന്റ്? ബോംബെക്കാരുടെയാണ്. ഈ ഹസൻ ഭായിയുടെ ബോസിന്റെയാണ്. വാടകയ്ക്കൊന്നുമല്ല. രാജന് സ്വന്തമായി സ്ഥലം ആവുന്നത് വരെ ഇവിടെ താമസിക്കാം എന്നാണ് അറേഞ്ച്മെന്റ്. ജിത്തുബായി ഇത് വാങ്ങിയിട്ട് ആകെ 2-3 ദിവസം താമസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭയങ്കര ലാഭത്തിന് കിട്ടി. ദേവി, കുറച്ചുകൂടി ചിപ്സ് എടുക്കൂ. വൈ ഡോണ്ട് യു കം ഔട്ട്? ഒരു കാശുകാരനെയല്ലേ നീ മുമ്പ് കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ 10 പേരെ വിലയ്ക്ക് വാങ്ങാവുന്നവരാണ് ഈ കൂടിയതിൽ 1/2 ഡസൻ പേര്. വാ, ഞാൻ പരിചയപ്പെടുത്താം. രാജാ, യെസ്. ആ പറഞ്ഞതിനൊരു പുതിയ തീയതി. ഹലോ നമ്പ്യാർ. ഹലോ വേണു, പുറത്ത് ഞങ്ങളെ കണ്ട് കസ്റ്റംസുകാരും റെയ്ഡ് ചെയ്തു എന്ന് ആളുകൾക്ക് തോന്നണ്ടെന്ന് വെച്ച് അകത്ത് കയറിയിരുന്നു. ഇത് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ കലക്ടർ രാജഗോപാൽ. കുമാരേട്ടാ ചായ. നമ്മുടെ സൺഡേ ചീട്ടുകളി മുടങ്ങിപ്പോയല്ലോ. വേണു ബിസി, ഞാൻ അതിലേറെ ബിസി. ഇവിടെയും വേണുവിന്റെ ഓഫീസിനുമൊക്കെ IT റെയ്ഡ് ചെയ്യിച്ചത് മറ്റേ കക്ഷിയാണ്. അയാളുടെ സെറ്റിൽമെന്റായി എന്ത് കൊടുത്തു? 2 lakhs സ്ട്രിക്റ്റ് ആയിട്ട് അക്കൗണ്ടിലാണ്. സാറിന് അറിയേണ്ടത് പിരിച്ചുവിട്ടത് എന്ത് ബേസിസിലാണെന്നാണ്. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്ന് അയാൾക്ക് മോഹം. അപ്പൊ പിരിഞ്ഞു. ഈ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ രാജനും ഇൻവോൾവ് ആണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈസ് ഇറ്റ് പോസിബിൾ? ആ ടൈപ്പ് ക്യാരക്ടർ ആണോ? ചായ. എടുത്തുചാട്ടമുണ്ട്, പക്ഷേ ബേസിക് ആയിട്ട് പാവാണ്. ഞാനായിട്ട് വഴക്കൂടിയതും ഒരു ഫ്ലെയറിംഗ് അപ്പായിട്ടേ തോന്നിയിട്ടുള്ളൂ. ബിസിനസ് തകർക്കാൻ പറ്റില്ല. പിന്നെ ഒരു തോന്നൽ, ആ ശരി അതിലും കാശുണ്ടാക്കി കാണിച്ചു തരാം എന്നാണല്ലോ നാച്ചുറൽ. രായ്ക്ക് രാമാനം
ലക്ഷപ്രഭുക്കളായവരുടെ കഥകൾ ധാരാളമുണ്ടല്ലോ. സ്മഗ്ലിങ്ങിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ. ബിസിനസ് നന്നായി പോകുന്നുണ്ടെന്നാണ് അറിവ്. ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷെ കാശ് വിതറുന്നുണ്ട്. നയിച്ചുണ്ടാക്കിയ കാശ് എങ്ങനെ പൊടിക്കാൻ തോന്നുന്നു? അതാ സംശയം. വീടും ഓഫീസും ഒക്കെ റൈഡ് ചെയ്ത് വെറുതെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കണമെന്ന് നമ്പ്യാരാ ചോദിച്ചത്. തമ്മിലൊന്ന് സംസാരിക്കാമെന്ന് വെച്ചത് അതുകൊണ്ടാണ്. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. താങ്ക് യു സർ. ഈ റാക്കറ്റിൽ രാജൻ പെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ഓൾ റൈറ്റ്. ഈ മിറങ് വെൻ യു കം ടു കൊച്ചിൻ. ഓക്കെ സർ. ഫോൺ ചെയ്താലോ എന്ന് ആലോചിച്ചു. പിന്നെ നേരിട്ട് വരാമെന്ന് വെച്ചു. ഇരിക്കാം. പുലിയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ആളെ പോലെ എന്ന് പറയാറുണ്ട്. അർത്ഥം എന്താണെന്നറിയാവോ നിനക്ക്? ഞാനും കുറച്ച് കുറവാണ്. ഈ ജ്ഞാനം ഉണ്ടാവുന്നത് നന്ന്. കയറിയാ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. ഓടിച്ചുകൊണ്ടേയിരിക്കണം. അത് തന്നെ. ബോംബെ പാർട്ടിയുള്ള മറ്റേ ബിസിനസ്സിൽ നീ ബന്ധപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് സത്യം അറിയണം. കസ്റ്റംസ് വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ മുതലാളി പാട്ടത്തിനെടുത്തോ? മാനമര്യാദയ്ക്കുള്ള വല്ല ബിസിനസ്സും നോക്കിയിരിക്കുന്നതിന് പകരം അങ്ങനെ വല്ല ദുർബുദ്ധിയും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വാണിംഗ് തരേണ്ടത് എന്റെ ചുമതലയാണ് എന്ന് കരുതിയാണ് ഞാൻ വന്നത്. എനിക്കെന്താ, കുറച്ച് കാശുണ്ടായാൽ പറ്റില്ലേ? സപ്പോസ് അങ്ങനെ ആണെന്ന് വെക്കുക, എന്താ കാശ് കഴിക്കുവോ? അകത്തുള്ള ആ പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുത്. നരകത്തിലേക്ക് നീ എടുത്തു ചാടി കാശുണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല. പക്ഷെ കൂടെ അവളുണ്ട്. അത് മറന്നു പോവല്ലേ. അവളുടെ കാര്യം നോക്കാൻ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ഞങ്ങൾക്ക് രക്ഷിതാക്കളുണ്ട് വേറെ. ഈ പാർട്ടികളെ ഒക്കെ എനിക്കറിയാം. ഒഴിഞ്ഞു മാറാൻ വല്ല വഴിയുണ്ടെങ്കിൽ മാറ്. ഒരു ജ്യേഷ്ഠനെ പോലെ പറഞ്ഞു തരുന്നു. തീ കൊണ്ടാണ് കളി. ഒന്നുമില്ലെങ്കിൽ കൈ ശുദ്ധമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മറന്നേക്കും. പക്ഷെ പറയാതിരുന്നാൽ ഞാൻ ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കും. നിന്നോടല്ല, അവളോട്. അവളാണല്ലോ മുഖ്യം. കണക്ക് തെറ്റിയത് അവിടെയാണ്. ബിനാമി പാർട്ട്ണർഷിപ്പ് പോലെ ഒരു ബിനാമി കല്യാണവും നടത്തി അവളെ എന്നും കസ്റ്റഡിയിൽ നിർത്താമെന്ന് കരുതിയതായിരുന്നു അല്ലേ? എനിക്ക് അവളെ വേണമെങ്കിൽ നിന്റെ എച്ചിൽ തിന്നണമായിരുന്നോ? നിന്റെ ദാഹമാണ്, മോഹമാണ്, സ്വപ്നമാണ്, പിന്നെന്തൊക്കെയോ മണ്ണാങ്കട്ടയാണെന്ന് ഏട്ടത്തി മുഖേന കെഞ്ചിയത് കേട്ട് അവളെ നിർബന്ധിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അകത്ത് പോ. കണക്ക് തീർക്കാൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നു. നിന്റെ സർവഗുണ സമ്പന്നൻ. യു ഗെറ്റ് ബാക്ക്. കണക്ക് തീർക്കാൻ ഇനിയും ബാക്കിയുണ്ട്. വീടായിപ്പോയില്ലേ? മാറി. ജിത്തുബായ്, ഇതെന്റെ വൈഫാണ്.
ജിത്തുബായ് ബോംബെയിൽ വലിയ ബിസിനസ്സുള്ള ആളാ. പുലർച്ചയ്ക്ക് വന്നു. ഇവിടെ നേരെ ഇവിടേക്കാണ് വന്നത്. 2-3 ദിവസം ഉണ്ടാവും. ഇവിടെയാണ് താമസം. ഇവിടെയോ? ഇവിടെ എന്തിന്? കാശുകാരല്ലേ? ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോട്ടെ. പതുക്കെ പറ. പോണെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ വീടായത്. ആ അധികാരത്തിലല്ല. അയാളുടെ പേരിൽ പഴയ ഒരു വാറന്റ് ഉണ്ട് ഇപ്പോഴും നിലവിൽ. ഹോട്ടലിലാവുമ്പോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാറന്റ് എന്ന് വെച്ചാൽ കൊലപ്പുള്ളിയാണോന്നൊന്നുമില്ല. അറിയോ? എന്തോ ഒരു വിദേശ പണത്തിന്റെ പഴയ കേസ്. हेलो, मैं जीतू भाई बोल रहा हूँ. हाँ, जल्दी लाइन देना. हाँ बोलो उस्मुख भाई. एकदम सारू. दुबई से कॉल आया. हाँ भाई, माल नक्की आ जाएगा. क्यों फिक्र करता है? ए रामू, अरे बंदोबस्त तो कर देगा. ये अपना ही जगह है. भाई, कौन कस्टम वाले? ആ വന്നവരുടെ ഡ്രൈവറാണത്രേ. इस टाइम कुछ മലയാളം ഒരു അക്ഷരം മിണ്ടണില്ല. अरे उस कोहली को बोलो मेरा गुस्सा बढ़ाने का नहीं. 400 औलाद तो मिलना ही चाहिए, गारंटी. ये पुलिस वाले का अपन नहीं डरने वाला है. अरे 20 लाख का माल है, अब उनके धंधे के लिए ना है. अपना भी नाम जीतू भाई है.